നമസ്കാരം, ചലഞ്ചനാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ 2 ദിവസം മുന്നേ ഒരു പേപ്പർ കട്ടിങ്ങിലാണ് സാധാരണ അവർ നോട്ടിഫിക്കേഷൻ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പോ കുറച്ച് മുന്നെയാണ് നമുക്ക് RRBയുടെ അതായത് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ സിലബസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സിലബസും കാര്യങ്ങൾക്കൊന്നും മാറ്റമൊന്നുമില്ല. ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പം ഏജ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപറ്റി നമ്മൾ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും വിശദമായിട്ട്. അപ്പം എന്തായാലും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. എല്ലാം വ്യക്തമായി പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് നോട്ടിഫിക്കേഷൻ. ഡേറ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരു പേപ്പർ കട്ടിങ്ങിലൂടെയാണ് അവർ അത് അറിയിക്കുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിൽ വരും. ഇത് കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ ആയിട്ട് എല്ലാ സൈറ്റിലും, അതായത് ഇപ്പൊ ഒരുപാട് സോണുകളുണ്ടല്ലോ, സൗത്ത് റെയിൽവേ, മുംബൈ, ഗോരഖ്പൂർ, അങ്ങനെ എല്ലാ സോണുകളിലും നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. 23/1 കേട്ടോ. 23/1, അതായത് മറ്റന്നാൾ തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. 23. പിന്നെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22/2 ഫെബ്രുവരി 22 വരെയാണ്. പക്ഷെ ഫെബ്രുവരി 22 വരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. ഒരു 15/10 അതിനുള്ളിൽ, ഫെബ്രുവരി 15/10 അപ്ലൈ ചെയ്യുക. ഇത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എല്ലാം ഓൺലൈൻ ആണ്. കാശ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈൻ തന്നെയാണ്. അപ്പൊ ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 23 തൊട്ട് 24, 2 ദിവസം കൂടെ ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തതിനു ശേഷം 2 ദിവസം കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫീ അടയ്ക്കാനായിട്ട് ഡേറ്റ് തരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട. നിങ്ങൾ എന്നാണോ അപ്ലൈ ചെയ്യുന്നത് അന്ന് തന്നെ എന്ത് ചെയ്യുക, ഫീ അടച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻസ് ഇൻ ആപ്ലിക്കേഷൻ ഫ്രം പേയ്മെന്റ് ഓഫ് ഇത് കഴിഞ്ഞിട്ട്, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ, ഒന്നുകിൽ ഈ പോസ്റ്റ് പ്രിഫറൻസോ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്താൻ കാണും. അത് ചെയ്യാനായിട്ട് 25 മുതൽ മാർച്ച് 6 വരെ സമയം ഉണ്ടാവും. അത് നിങ്ങൾ 100 rupees എന്തെങ്കിലും കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് മാറ്റാൻ. കറക്ഷൻ എന്തെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, കറക്ഷൻ വരാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായി കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും ചാടിക്കറി അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് നോട്ടിഫിക്കേഷനും അതിന്റെ വേക്കൻസി കാര്യങ്ങളും പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ എങ്ങനെ കൊടുക്കണമെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലതൊക്കെ നമുക്ക് കറക്ഷൻ ചെയ്യാനായിട്ട് വരും. ഞാൻ പറഞ്ഞതുപോലെ ഒരു മാർച്ച് 3 വരെ കറക്ഷൻ ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. എന്നാലും നമുക്ക് എല്ലാം ഒന്നും മാറ്റാൻ പറ്റത്തില്ല. നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് വ്യക്തമായി നോക്കി അതെങ്ങനെയാണെന്ന് പഠിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്നത് വേക്കൻസി, ഏത് വേക്കൻസിയാണ്, പിന്നെ ഏത് സോണിലേക്കാണ് നമ്മൾ സൗത്തേൺ റെയിൽവേ, ഏത് KKR ഏതാണെന്നുണ്ടല്ലോ. ഇപ്പൊ മുംബൈ ഉണ്ട്, ഗോരഖ്പൂർ, അങ്ങനെ ഒത്തിരി സോണുകളുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ സൗത്തേൺ ചെന്നൈ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായി നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യുക. നമുക്ക് സമയമുണ്ട്. ഒരു 1-2 ദിവസം കൂടെ കഴിയട്ടെ. നമ്മുടെ വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലൊരു എക്സാം വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫിസിക്കൽ വരും. അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജോലിയിലേക്കുള്ളത്. അപ്പൊ ബാക്കി ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുരാം. അപ്പൊ നമുക്ക് ആദ്യം പേപ്പർ കട്ടിങ് ഞാൻ പറഞ്ഞു വന്നതിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഒരു 32,000 ആയിരുന്നു. അപ്പൊ ഇതിൽ 32,000 തന്നെയാണ്. 32,438 ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. ഇത് മാറി വരാം. ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരാം. എല്ലാം ഉറപ്പൊന്നുമില്ല നമുക്ക് കൂടി വരാമെന്ന്. അപ്പൊ അവരുടേതായിട്ടുള്ള വേക്കൻസി അനുസരിച്ച് അവർ കൂടുതലായിട്ട് പിന്നെ വേക്കൻസി എടുക്കുന്നത്. ഇപ്പൊ നിലവിൽ എത്രയാണ്, 32,438 ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആക്കിയിട്ടുണ്ട്. ഓക്കെ. 33 ആണ്. കാരണം എന്താണ്, കോവിഡ് പാൻഡമിക് കാരണം കുറച്ച് വിളിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഏജ് റിലാക്സേഷൻ കാരണം 36 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. ഒരു ജനറൽ കാറ്റഗറി. പിന്നെ OBC, SC/ST ഒക്കെ അതിന്റെ 3 years 5 years റിലാക്സേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, 36 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2025. അപ്പൊ സാധാരണ 7ാം മാസമാണ് ഇതിങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ 1 തന്നെ കൊടുത്തിട്ടുണ്ട്. ജനുവരി മാസമാണ്. അപ്പം 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇനിഷ്യൽ പേ വരുന്നത് 18,000 ആണ്. അപ്പൊ നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇതിന് 18,000 രൂപയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഇനിഷ്യൽ പേ ആണ് പറയുന്നത്. ഇതിന്റെ റെയിൽവേയുടെ അലവൻസ് നിങ്ങൾക്കറിയാം. അത് റെയിൽവേയുടെ അലവൻസ്, പിന്നെ DA, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു 30 വരെ നമുക്ക് കിട്ടും. പിന്നെ 2 ദിവസം മുന്നേ നമ്മുടെ 8th ശമ്പള കമ്മീഷൻ വന്നല്ലോ, 8ാം ശമ്പള കമ്മീഷൻ.
അത് അതിനെ പറ്റി കൂടുതലായിട്ട് ഇവർ അറിയില്ല. അതൊക്കെ വരുമ്പോഴത്തേനും വീണ്ടും നിങ്ങൾക്ക് കൂടാം. ബാക്കിയുള്ളവർ പറയുന്നത് ഒരു 40 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു 30 വരെ കിട്ടും. ഇത് ഇനിഷ്യൽ പേ ആണ് 18,000 രൂപയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാൻ എല്ലാവരും അപ്ലൈ ചെയ്യുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് ഇതില് ബാക്കി എന്താ, എല്ലാത്തിനും നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ജനറൽ കാറ്റഗറി അല്ല, അല്ലാതെ ഈ WS SC ST അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, എല്ലാത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അതിന്റെ എന്താണ് അഫിഡവിറ്റുകളെല്ലാം ഈ സിലബസിൽ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിന്റെ ഈ സിലബസ് ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലിട്ട് കൃത്യമായി അത് വായിച്ച് മനസ്സിലാക്കുക. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 18-33 ആയിരുന്നു നോർമൽ. പിന്നെ ഈ കോവിഡ് പാൻഡമിക് കാരണം 36 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അസോൺ എന്താണ് 1/1/2025. ഓക്കെ, അവരെ 36 വയസ്സാവാൻ പാടില്ല. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. SC STക്ക് 5, പിന്നെ OBCക്ക് 3, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ് സർവീസ് മാൻ, അങ്ങനെ ഒരുപാട്. പിന്നെ റെയിൽവേ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഉണ്ടാവും, അവർക്ക് 45 വയസ്സ് വരെ. അതിലും എന്താ SC ST OBC അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ അടുത്ത് വരുന്നത് എക്സാമിനേഷൻ ഫീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് നമ്മുടെ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പൊ അതടക്കി, അതായത് മെൻസിന് ആൺകുട്ടികൾക്ക് 500 രൂപയാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾ മാത്രമല്ല PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ് മാൻ, പിന്നെ നമ്മുടെ SC ST അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യണം 250 ആണ് കേട്ടോ. 250 നമ്മൾ അടയ്ക്കുവാണ് എങ്കിൽ 250 മാത്രമല്ല 500 രൂപ. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ 500 രൂപ അടയ്ക്കുന്നവർക്ക് 400 രൂപ തിരിച്ചു. നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ടാവും. അവർ ചോദിക്കും. അപ്പൊ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും അതിന്റെ IFSC കോഡും ഒക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ ആപ്ലിക്കേഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ, എഴുതിയില്ലെങ്കിൽ കിട്ടില്ല, എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ 500 രൂപ അടയ്ക്കുന്നവർ, അതായത് മെൻസാണല്ലോ 500 രൂപ അടയ്ക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യും തിരിച്ചു കിട്ടും 400 രൂപ. ഗേൾസിനും ബാക്കിയുള്ള ഈ കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ റിസർവേഷൻ ഉള്ളവർക്ക് 250 രൂപ ആണെങ്കിൽ 250 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, എഴുതിയാൽ മാത്രം, എക്സാം എഴുതിയാൽ മാത്രം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ഫിസിക്കലി എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ആണ് കേട്ടോ. അപ്പൊ മെഡിക്കൽ എക്സാമിനേഷനും അതൊക്കെ പക്കയായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതൊക്കെ അവരുടേതായിട്ടുള്ള നിങ്ങളുടെ പോസ്റ്റിനനുസരിച്ചുള്ളത് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ സിലബസിനും കാര്യങ്ങൾക്കും ഒന്നും പഴയതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല. ജനറൽ സയൻസ് 25, മാത്സ് 25, ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിംഗ് എന്ന് പറയുന്നത് 30, കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടെ 100 മാർക്കിനാണ്. ഓക്കെ, സാധാരണ നമുക്ക് PSC പോലെ 1/3 മാർക്സ് നെഗറ്റീവും വരുന്നുണ്ട്. അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് 35 kg, 35 കിലോ നിങ്ങൾ എടുക്കുകയും എത്രയാണ് 100 മീറ്ററിൽ 2 മിനിറ്റിലും നടക്കുകയും ചെയ്യണം. ഓക്കെ, പിന്നെ അതുകൂടാതെ ഷുഡ് ബി ഏബിൾ ടു റൺ ഫോർ എ ഡിസ്റ്റൻസ് 1000 meters in 4 minutes and 15 seconds in one chance. ഓക്കെ, എന്താണ് 1000 മീറ്റർ എത്ര 4 മിനിറ്റ് 15 സെക്കൻഡിൽ ഓടണം. ഇതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ സെയിം സംഭവം തന്നെ. അതിൽ ക്യാരി ചെയ്യേണ്ട ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റിന് കുറവുണ്ട്. 20 kg ലിഫ്റ്റ് ചെയ്താൽ മതി. എത്രയാണ് 100 meters 2 minutes. ഇതിൽ 35 kg ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 20 kg ഉള്ളു. ഓക്കെ, പിന്നെ അവര് ഓടേണ്ടത് 1000 meters 5 minutes 40 secondsലാണ്. ഓക്കെ, മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇപ്പൊ ഞാൻ ഒരുപാട് സോൺസിന്റെതുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹിയിലുള്ളതാണ്. പോസ്റ്റ് വൈസ് വേക്കൻസികൾ നോക്കുക. ഇപ്പൊ ഇതിൽ 2008 വേക്കൻസികൾ. ഞാൻ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച്. ഇതുപോലെ എല്ലാ സോൺസിന്റെയും വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് വെയിറ്റ് ചെയ്ത് വേക്കൻസി ഒക്കെ മനസ്സിലാക്കി പോസ്റ്റ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് പോസ്റ്റുകൾ കേട്ടോ. ഒരുപാട് പോസ്റ്റുകൾ. അപ്പൊ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിച്ച് അങ്ങനെ വേണം പോസ്റ്റ് പ്രിഫറൻസ് വയ്ക്കാൻ. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതെന്നുള്ളത് പോസ്റ്റ് പ്രിഫറൻസ് കിട്ടണം. വേണ്ടാത്ത ഒരു സാധനം, അതായത് നിങ്ങൾക്ക് ഈ ജോലി വേണ്ടെങ്കിലും ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ആദ്യം മെയിലെടുത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് അങ്ങനെ മെയിൽ വയ്ക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ 10th അല്ലെങ്കിൽ ITI. ഓക്കെ, വേറെ ഒന്നുമില്ല. 10th SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI. ഇത് ഏതാണെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേറെ ഡിപ്ലോമയോ അല്ലെങ്കിൽ BTechോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കയറി കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മെയിലിലേക്കുള്ളതിലേക്ക് പോകാം. അത് വേഗം തന്നെ പോകാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് സൗത്തേൺ റെയിൽവേ ചെന്നൈ നോക്കുമ്പോൾ ചെന്നൈയിൽ 1089 ആണ്. ജനറൽ കാറ്റഗറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ടോട്ടൽ 2694 ഉണ്ട്. അപ്പൊ അതിന്റെ നമ്മുടേതായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്
നിങ്ങൾ ഏത് ചെന്നൈയിലാണോ ന്യൂഡൽഹിയിലാണോ എന്തിലാണോ അയക്കുക നോക്കുകയും അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് പോസ്റ്റിന്റെ വേക്കൻസി ഉള്ളതെന്ന് നോക്കിയിട്ട് അയക്കാം. ഓക്കെ. കൂടാതെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് നടക്കുന്നുണ്ട്, റണ്ണിങ് ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ചലഞ്ചർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് അതൊന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എക്സാംസിൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞൊരു എക്സാംസ് ഉണ്ട്. അപ്പൊ അതിലെന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പം എത്രയും വേഗം പഠിച്ചു തുടങ്ങാം. ഞാൻ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, വേഗം പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.